ഹലോ ഹായ് നമസ്കാരം, ബഷീറാണ് തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല, ഈ പന്നിയങ്കര ഈ ടോളിൻ്റെയൊക്കെ പരിസരത്തായിട്ട്, അതായത് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു 600-700 മീറ്റർ മാത്രം ഉള്ളിലോട്ടായിട്ട് വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെ, ഇത് ബസ് റൂട്ടല്ല, എന്നാൽ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടു കൂടെയുള്ളൊരു ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒരു 90% വർക്കും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്. ഇതിൽ 10 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് 1800 സ്ക്വയർ ഫീറ്റും 10 സെൻറ്റ് സ്ഥലം. ഇതിൽ നമുക്ക് വീട്ടിലേക്ക് കയറാനായിട്ട്, വീട് റോഡ് നിരപ്പിൽ നിന്ന് കുറച്ച് പൊക്കത്തിലാണ്, അത് ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലൂടെ ഉള്ളത് ആ ഒരു വിക്കറ്റ് ഗേറ്റ്. അത് കൂടാതെ ഇതിൽ കുടിവെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ നല്ലൊരു കിണറുണ്ട് കേട്ടോ, കിണർ. അപ്പോൾ ഈ കിണറിൻ്റെ സൈഡിലൂടെ ഇവിടെ കരിങ്കല്ല് ഇട്ടിട്ടുണ്ട്. അതിലെ വണ്ടിക്ക് കയറാനുള്ള ഒരു നമുക്ക് പാർക്ക് ചെയ്യാനുള്ള, വണ്ടി നമ്മുടെ മുറ്റത്തെത്താനുള്ള വഴി സൗകര്യം ഇത് ഇങ്ങനെയാണ്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് തരും. ഇതാണോ, ഇവിടെ മതിൽ വരുമ്പോൾ ഇവിടെ ഗേറ്റ് വരും. അങ്ങനെ ആ കിണറിൻ്റെ ആ സൈഡൊക്കെ ആയിട്ട് വണ്ടി നിർത്താനുള്ള സൗകര്യത്തിൽ 10 സെൻറ്റ് സ്ഥലം, 1800 സ്ക്വയർ ഫീറ്റ് വീട്. 4 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. 4ഉം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ പുറകുവശം കുറച്ച് മണ്ണ് ഹൈറ്റിൽ, പൊക്കത്തിലുള്ള മണ്ണ് ഹൈറ്റിലുള്ളതെന്നൊക്കെ മണ്ണെടുത്തതാണ് അവർ. മണ്ണെടുത്ത് ഇത് ഭാവിയിൽ ഇടിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള യാതൊരു തരത്തിലുള്ള തോന്നലും വേണ്ട. അങ്ങനെയല്ല, ഇതിൻ്റെ ഭാഗത്തൊക്കെ കണ്ടത് അതുകൊണ്ട് ഒരു പാറയാണ്. പാറയും അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് മുകളിലേക്ക് മണ്ണെടുത്തിരിക്കുന്നത്. ഇത് ഇടിഞ്ഞ് വരുമൊന്നുമില്ല. ഇതേ കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് ഈ വീടുകളുടെ അപ്പുറയുള്ള വീടുകളൊക്കെ കിടക്കുന്നത്. പുറകുവശം ഒരു മണ്ണ് തിട്ടായിട്ട്, അതൊന്നും ഒരു തരത്തിലും മണ്ണ് ഇടിഞ്ഞു വരുന്നതല്ല. ഇവിടെ ഹിറ്റാച്ച് കൊണ്ടുവന്ന് മണ്ണൊക്കെ എടുത്ത് ലെവൽ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് വടക്കഞ്ചേരി ടൗണിലേക്ക് ജസ്റ്റ് ഒരു 1.5-2 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേയിലേക്കാണെങ്കിൽ ഒരു 500-600 മീറ്റർ അത്രയാണ് ദൂരമുള്ളത്. ഇത് വീട് കെട്ടി വാർത്ത് തേച്ചിട്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് അതിൻ്റെ ബാക്കി പണികൾ, അതായത് ഈ മതിലിൻ്റെ പണിയൊക്കെ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ചുറ്റുഭാഗം കോമ്പൗണ്ട് കെട്ടേണ്ട പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഈ 10 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റിനും കൂടെ പറയുന്നത് 55 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അത് വന്ന് കണ്ട് അദ്ദേഹമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരാം. അതുകൊണ്ട് അപ്പുറമുള്ള വീട് ഇതേപോലെ ഹൈറ്റിൽ തന്നെയാണ്, അതിൻ്റെ പുറകിൽ മണ്ണ് തിട്ടാണ്. അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ്. ഒരു സൈഡിൽ മണ്ണ് ഹൈറ്റിലും ഒരു ഭാഗം റോഡിൻ്റെ ഇടതുവശം താഴ്ചയിലുമായിട്ടാണ് അങ്ങനെയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ്. പണിക്കാരൊക്കെ അതിപ്പോൾ ഇതിൻ്റെ ഈ കരിങ്കല്ല് മതിൽ കെട്ടേണ്ട പണിക്ക് വന്ന പണിക്കാരൊക്കെ ഉച്ച ഊണും കഴിച്ചിട്ട് അതിൻ്റെ റെസ്റ്റിലാണ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാള്, പിന്നെ അടുക്കള, താഴെ 2 ബെഡ്റൂം, മുകളിൽ അതുപോലെ 2 ബെഡ്റൂം, ഫ്രണ്ടിൽ ബാൽക്കണി ആയിട്ട് അങ്ങനെയുള്ള ഒരു സൗകര്യത്തോടു കൂടെയാണ് ഇതിൻ്റെ നിർമ്മാണം. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അത് വന്ന് നിങ്ങൾക്ക് നേരിൽ കണ്ടാൽ ബോധ്യമാവും. പിന്നെ ഈ ഒരു രംഗത്ത്, അതായത് ഈ ഒരു വീട് നിർമ്മാണവുമായിട്ട് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയസമ്പന്നതയുള്ള ഒരാളുടെ വീടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് പണി പണിതിട്ട് വീട് വിൽക്കുന്ന ഒരു രീതിക്കുള്ളൊരു പണിയല്ല. അത് വന്ന് വീട് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ വാതിലും ജനലും കട്ടളയും ഇതൊക്കെ തേക്കാണ്. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടുക്കളയിലാണെങ്കിലും അതുപോലെ എല്ലാ ബെഡ്റൂമുകളിലും നമുക്ക് ഈ ഒരു തുണി, ഒരു അലമാര എന്നുള്ള രീതിക്ക് ഒരു കബോർഡൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമിനും 4 ബെഡ്റൂമിനും 4 ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഭാഗത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 വർഷം മുമ്പ് പണി കെട്ടി വാർത്ത് തേപ്പ് പണിയൊക്കെ പൂർത്തിയായതായിരുന്നു. അപ്പോൾ അതിൽ ഈ 2 കട്ട്ള ഇവിടെയുള്ള ഈ ഫ്രണ്ടിലുണ്ട്, ഇവിടെയുള്ള 2 കട്ട്ള അത് കറക്റ്റ് സീറ്റിംഗ് ആവാതെ വാതിലടയ്ക്കുമ്പോൾ അടയാത്ത രീതിയിലായതുകൊണ്ട് അതവർ ഈ ടാറ്റയുടെ ഇരുമ്പ് കട്ട്ള വെച്ചിട്ട് ആണ് ഇപ്പോൾ അതിൻ്റെ പണി. അത് പഴയ കട്ട്ള റിമൂവ് ചെയ്തിട്ട് പുതിയ കട്ട്ള വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഹൈവേയിൽ നിന്ന് അധികം ദൂരം അല്ലാത്തത് കൊണ്ടും അതുപോലെ വടക്കഞ്ചേരി ടൗണിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ജസ്റ്റ് ഒരു 2 കിലോമീറ്ററിന് താഴെ മാത്രം ദൂരമുള്ളത് കൊണ്ടും 55 ലക്ഷം രൂപ എന്നുള്ളത് വലിയൊരു റേറ്റ് അല്ല. കാരണം 1800 സ്ക്വയർ ഫീറ്റോളം വീടുണ്ട്. ആണ് ഞാൻ പറഞ്ഞ ടാറ്റയുടെ ആ ഇരുമ്പിൻ്റെ കട്ട്ള വെച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 ബെഡ്റൂം കഴിഞ്ഞ് ഹാൾ കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ്ങിലുള്ളൊരു സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുക്കള വരുന്നുണ്ട്. അടുക്കളയിലാണെങ്കിൽ അത്യാവശ്യം കിച്ചൺ കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 100% വാസ്തു നോക്കി അതിൻ്റെ ഫുൾ വാസ്തുപ്രകാരം
പണി പൂർത്തിയാക്കിയിട്ടുള്ള വീടാണിത് കേട്ടോ. ചാനൽ മറക്കാതെ, ഈ ചാനൽ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടേക്ക് ഒരു വർക്ക് ഏരിയ, വേറെ പുകയെടുപ്പ് എന്ന് പറഞ്ഞാൽ പുകയെടുപ്പ് സെറ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ, പുകയില്ലാത്ത എടുപ്പ് സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്ക് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ അതുണ്ട്. അത് വാങ്ങുന്നവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഒരു വർക്ക് ഏരിയ ആക്കി മാറ്റാനുള്ള സ്ഥല സൗകര്യം ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുകളിലേക്ക് പോയാൽ മുകളിലും അതുപോലെ തന്നെയാണ് 2 ബെഡ്റൂം, താഴത്തെ അതേപോലെ തന്നെയാണ് 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക, വിളിച്ചിട്ട് വരിക. ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് വടക്കഞ്ചേരി ടൗണിൽ എന്ന് പറയുമ്പോൾ എല്ലാവിധ സ്കൂള്, കോളേജുകൾ, അതുപോലെ ആശുപത്രികൾ, പ്രാർത്ഥനാലയങ്ങൾ, അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും വടക്കഞ്ചേരി ടൗണിലേക്ക് ജസ്റ്റ് ഒരു ബൈക്കിൽ പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ഈ വീടിൽ നിന്ന് ആവുള്ളൂ. ചാനൽ മറക്കാതെ, ഒന്നുകൂടെ ഉണർത്തുന്നു, മറക്കാതെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാത്ത ഏതെങ്കിലും നിങ്ങൾ യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അത് വാട്സപ്പ് വഴിക്ക് നിങ്ങളൊന്ന് അറിയിച്ചാൽ അതിനുള്ള മറുപടി അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. വീട് വന്ന് കാണുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ വലിയ ഹൈറ്റിൽ മണ്ണ് തിട്ട് അങ്ങനെ പിന്നീട് അപകടം, ഭീഷണി അങ്ങനെയൊക്കെ തോന്നും. അത് തോന്നലാട്ടോ, അങ്ങനെ ഉണ്ടാവില്ല. അത് വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 55 ലക്ഷം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വിലയിൽ വ്യത്യാസം വരുമെന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നിലേക്ക് വന്നാൽ ആ 2 ബെഡ്റൂം കഴിഞ്ഞ് നമുക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലറ ചില്ലറ മൈൻറ്റൈൻ വർക്കുകളൊക്കെ വീടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ഒരു പുതിയ വീട് വാങ്ങുമ്പോൾ എങ്ങനെയായിരിക്കുമോ എന്ന രീതിക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ താക്കോല് കൈമാറുക. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ വിളിക്കുക, സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതൊരു അപേക്ഷ കൂടിയാണ്. അതുപോലെ ഈ ഏരിയകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ വല്ല പ്രോപ്പർട്ടി വാങ്ങുന്നതിനൊക്കെ ആയിട്ടും ഞങ്ങളുടെ ഈ ചാനലിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് വന്ന് സ്ഥലം നോക്കി അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്ന രീതിക്ക് നമ്മൾ വീഡിയോ ചെയ്ത് കച്ചവടമാക്കാനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം കൂടെ നടത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുമല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ.